വിതർ എന്തെന്നെയാണ്? പെണ്ണാകുക എന്നുള്ളത് ആ പെണ്ണിൻ്റെ വിതർ. മനസ്സിലായില്ല. പെണ്ണിൻ്റെ വിതർ എന്തെന്നെയാണ്? പെണ്ണിൻ്റെ വിതർ പെണ്ണാകലാണ്. അതൊരു മിനിറ്റ് കൊണ്ടൊന്നും മാറില്ല. വല്ല ഓപ്പറേഷൻ ആണെങ്കിലും അതിന് വേണ്ട നേരം. ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും പെണ്ണാവുക എന്നുള്ളതൊന്നും നിങ്ങൾക്ക് കിട്ടൂല. അപ്പം പെണ്ണിൻ്റെ വിതർ പെണ്ണാവല അതൊരു അന്ധവിശ്വാസമാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വിരിഞ്ഞ ആളുകൾ പോകാതെ ലോറിസ്കരിക്കാൻ പാടില്ല. ഇതില്ലേ ചില നാടുകളിലൊക്കെ ഉണ്ടല്ലോ. ഇല്ലേ? അത് അന്ധവിശ്വാസമാണ്. എന്നാൽ രോഗികൾ ആയ ആളുകൾ അവരെ രോഗശമന പ്രതീക്ഷയും ഉണ്ട്. അല്ലാതെ എന്തല്ല മറ്റേ കട്ടിൽ കിടന്ന് വെള്ളം കൊടുക്കണ വാപ്പയല്ല. ആ വാപ്പാക്ക് എപ്പോഴും നിസ്കരിക്കാം. കാരണം ഇനി വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇല്ല. എന്നാൽ രോഗമാണ്. എന്നാൽ ഭയങ്കര ശക്തിയായി പനിക്കുന്നുണ്ട്. രോഗമാണ്. പുറത്ത് കിടക്കാൻ കഴിയില്ല എങ്കിലും ഒരു പക്ഷേ പെട്ടെന്ന് അല്ലാഹു തആല ശിഫാ തരാലോ. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ജുമഅ കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞവരെ പിന്തിപ്പിക്കുന്നത് നല്ലതാണ്. അല്ലാത്തവർക്ക് പെണ്ണുങ്ങൾക്ക് അവരുടെ ആദ്യത്തെ വഖത്താണ് അയ്യുൽ ജിഹാദി അഫ്ളലു, ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ, നേരത്തിന് നിസ്കരിക്കലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി ചില ആദാബുകൾ ചിട്ടകൾ ഞാൻ പറയാം പെട്ടെന്ന്. മൻ ഖറഅ അഖബ സലാമിഹി മിനൽ ജുമഅ, ജുമഅ കഴിഞ്ഞിട്ട് ഒരാൾ ചെല്ലിയാൽ ഖബല അൻ യുസ്നിയ റിജ്ലൈ, കാൽ മടക്കി അവിടുന്ന് പോണതിന് മുമ്പ് ചെല്ലിയാൽ അൽ ഫാത്തിഹ വൽ ഇഖ്ലാസ് വൽ മുഅവ്വിറതൈനി സബ്അൻ സബ്അ ചെല്ലിയാൽ. ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞതല്ല. മൊല്ലാക്കയാണ് സബ്അൻ പറഞ്ഞെങ്കിലും ഇത് മൊല്ലാക്ക പറഞ്ഞല്ല, മുഹമ്മദ് നബിയുടെ ദീനാണ്. ഇതൊക്കെ ഇവിടെ നശിപ്പിച്ചു. പിന്നെ അങ്ങനെ ചിക്കൻകുനി എല്ലാതിരിക്കും. ഇതൊക്കെ ഇവിടെ ഇല്ലാതെയാക്കി. ജുമഅ കഴിഞ്ഞിരുന്നാൽ ഫാത്തിഹ സബ്അൻ സബ്അ ഇല്ലേ ഉണ്ടായിരുന്നല്ലോ പഴയ കാലത്ത്. ഇതല്ലേ വയസ്സായ ആൾ പരിപാടി കണ്ടിട്ടില്ലേ? ആ നന്മ നടപ്പിലാക്കും വേണം, നിലനിർത്തും വേണം. ഇത് എന്തിനാന്ന് പറഞ്ഞതെന്നറിയോ? നിങ്ങളൊക്കെ കാലത്ത് നിലനിന്നാൽ പോരാ, ഇതിവിടെ നിലനിർത്തണം എന്ന് വസിയ്യത്ത് ചെയ്യണം. കമ്മിറ്റിയൊക്കെ മാറുമ്പോൾ പുതിയ ചെറുപ്പക്കാരെ കമ്മിറ്റിയൊക്കെ വരുമ്പോൾ പറയണം, നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല, ഇതുവരെ ഇന്ന് വരെ നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം എന്ന വസിയ്യത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചെന്നു എന്ന് പറയണം. കാരണം പുതിയ ചെറുപ്പക്കാർക്ക് പരമാവധി ഫാസ്റ്റ് ഫുഡാണ്. അവർക്ക് പരമാവധി പെട്ടെന്ന് പറയണമെന്നാ ഉദ്ദേശം. നല്ലോണം മനസ്സിലാക്കി കേട്ടോ. ഇത് മൊല്ലാക്ക സബ്അൻ സബ്അ എന്ന് പറഞ്ഞാൽ മൊല്ലാക്ക പറഞ്ഞതല്ല, അത് ദീനാണ്. മനസ്സിലാക്കിക്കോ. മൻ ഖറഅ അഖബ സലാമിഹി മിനൽ ജുമഅ ഖബല അൻ യുസ്നിയ റിജ്ലൈ, കാല് മാറ്റി പോണതിന് മുമ്പ് അൽ ഫാത്തിഹ വൽ മുഅവ്വിറതൈനി സബ്അൻ സബ്അ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കേട്ടോ, ഒരുപാട് ഫളലുണ്ട്. ഒന്ന് അവന്റെ ദോഷം മുഴുവനും അതോടെ പൊറുക്കും. എന്തൊക്കെ പറ ഫാത്തിഹ 7, ഖുൽ ഹുവല്ലാഹു അഹദ് 7, ഫലഖ് 7, നാസ് 7. പിന്നെ എല്ലാം മിനൽ അജ്രി ബിഅദദി മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകളെ എണ്ണത്തിന് കൂലി കൊടുക്കുന്നതാണ്. തുഹ്ഫ പറഞ്ഞത് എവിടെയോ എഴുതിയത് വായിച്ചതല്ല. റഹ്മത്തുള്ള ലോക പ്രശസ്ത ഫിഖ്ഹി ഗ്രന്ഥം തുഹ്ഫ. ലോക പ്രശസ്ത മഹാസൂഫിയായ ഇമാം വസ്സാലി റളിയല്ലാഹു അൻഹു യഹ്യയിൽ പറയുന്നുണ്ട്, ഫൈറാ ഫറഗ മിനൽ ജുമുഅ ഖറഅൽ ഫാത്തിഹ 7 മറാത്തിൻ ഖബ്ല അൻ യതകല്ലമ. വേറൊരു വാക്ക് മിണ്ടുന്നതിന് മുമ്പ് 7 വട്ടം ഫാത്തിഹ. വഖുൽ ഹുവല്ലാഹു അഹദ് 7 വൽ മുഅവ്വിറതൈനി ഫലഖ നാസ് 7 സബ്അ എന്ന്. അന്ന മൻ ഫഅലഹു, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഉസിമ മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, ഈ ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ അർത്ഥം മരിക്കൂല എന്നല്ല, മരിച്ചാൽ ഈമാൻ കിട്ടും. മരിക്കാലോ, എന്നാ മരിക്കണതിന് പ്രശ്നം ഏതായാലും എന്തുണ്ടല്ലോ. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വർക്കെ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മരിക്കുന്നുള്ള ആരും ഉറപ്പല്ല. മരിക്കണേന് എന്താ പ്രശ്നം? മരിക്കലല്ല. അല്ലാഹു ദീർഘായുസ്സൊക്കെ തരട്ടെ, അല്ലാഹു ആഫിയത്തും തരട്ടെ. മരിക്കലല്ല വിഷയം. ആരെങ്കിലും ഈ പ്രവർത്തനം നടത്തിയാൽ ഉസിമ, അവനെ സംരക്ഷിക്കപ്പെടുന്നതാണ്. മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. വകാന ഹിർസൻ ലഹു മിനശ് ശൈത്താൻ, അത് പിശാചിൽ നിന്നുള്ള ഒരു കെട്ടായിരിക്കും. അവൻ ഒരു പിടുത്തം, ഒരു കാവൽ, പിശാചിനത്തുള്ള കാവൽ. ആ തടിയിലേക്ക് വല്ലാതെ പിശാചിന്റെ സ്വാധീനം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നടപ്പിൽ വരുത്തിയ മഹല്ലുകളിൽ ദീനുണ്ടായിരുന്നു, ഐക്യണ്ടായിരുന്നു, മൂത്തവരോട് ബഹുമാനം ഉണ്ടായിരുന്നു. ഒരു കാര്യം നടത്തിയാൽ പറഞ്ഞാൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്ന് മലപ്പുറം കത്തിയും കൊണ്ടാണ് ജനറൽ ബോഡിക്ക് വരുന്നത്. ആ അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്.
പഠിച്ചവനെ പേടി, ഇരിക്കട അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന അവസ്ഥ, ഒരു കാളിയരോടുള്ള ബഹുമാനം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെന്തേ ആദാവും ചിട്ടിയും പള്ളിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ചിന്തിക്കുക, ഇതെല്ലാവരും നടപ്പിലാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട. ഇനി എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു രീതി നടപ്പിലാക്കണില്ലെങ്കിൽ ആര് നടപ്പിലാക്കുക? വ്യക്തി എന്ന നിലയിൽ ഓരോരുത്തർക്കും നടപ്പിലാക്കാം. മനസ്സിലായില്ല? അവരെ പള്ളിയിൽ നടപ്പിലാക്കണില്ല. ഒരു പള്ളിയിൽ ഞാൻ ഒരിക്കൽ മകരം നിസ്കരിക്കാൻ കൂടി, ഒരു പള്ളിയിൽ. ആ നാടിനെ പറ്റിയ ഗീബത്താവുന്ന രീതി ഞാൻ പറയണില്ല, നാടിൻ്റെ പേര് പറയണില്ല, കേട്ടോളൂ, ഇതിൽ നിങ്ങൾക്ക് ഒരു ഇബ്രത്തുണ്ട്. ഞാനൊരു പള്ളിയിൽ മകരം നിസ്കരിക്കാൻ കൂടി. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇമാമൻ തിരിഞ്ഞിട്ട് ആണ് ദുആ ചെയ്തു. എനിക്കെന്നെ ഒരു ഇൻകാർ തോന്നി, എന്താ ഇപ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്തത്? ഒരു 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, എന്തൊരു വലിയ ഫദ്ലുള്ള അമലാണത്. ഞാൻ ചെയ്തില്ല. ആളുകൾ തിരക്കിട്ട് പോകുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങാടിയിൽ ഒരു ജുമഅ കൂടി, ഒരു മഗ്‌രിബിന് കൂടി. അന്നും ഇയാൾ ഇങ്ങനെ തന്നെ ചെയ്തു. എല്ലാവരും തിരക്കിട്ട് പോയി. പിന്നെ ഞാനൊരുക്ക മഗ്‌രിബിന് അവിടെ കൂടിയപ്പോൾ എനിക്ക് ബേജാറായി, ഇത് കണ്ടുപിടിക്കണമല്ലോ ഒന്നായി. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. സംഗതി എന്താണെന്നറിയോ? പള്ളി റോഡ് സൈഡിലാണ്, അതിന് നേരെ അപ്പുറത്ത് പഞ്ചായത്തിൻ്റെ ബസ് വെയിറ്റിംഗ് ഷെഡാണ്. അതിൻ്റെ ഇങ്ങേ ഭാഗത്ത് ബസ് വെയിറ്റിംഗ് ഷെഡും അങ്ങേ ഭാഗത്ത് പഞ്ചായത്തിൻ്റെ TV യാണ്. വാർത്തൻ്റെ സമയത്താണ് മഗ്‌രിബ് നിസ്കാരം. മനസ്സിലായില്ല? ഇത് നാട്ടുകാരും മൗലവിയും തമ്മിലൊരു അഡ്ജസ്റ്റാണ്. തിരിഞ്ഞില്ല. ചിന്തിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു അങ്ങാടി, എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങാടി അതാണ്. ഞാനൊക്കെ ആളുകളെ വിളിച്ച് പറയുകയും ചെയ്തു. ചിന്തിക്കണം. ഉണ്ട് അങ്ങാടി ഉണ്ട്, ഒരു അങ്ങാടി. ഇത് കണ്ടു പറയാൻ കേട്ടോ, കണ്ടു പറയാൻ. എന്തിനാ അള്ളാൻ്റെ ദീനിൻ്റെ സദസ്സിൽ വെറുതെ ഒരു വാക്ക് പറയണത്? ആളുകൾ പാഞ്ഞു പോയിട്ട് അവിടെ നിൽക്കുക, പ്രാദേശിക വാർത്ത കേൾക്കാനേ. നിങ്ങൾ ചിന്തിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാദേശിക വാർത്ത കേട്ടോന്ന് തന്നെ സംശയമാണ്. എന്നെങ്കിലും വല്ല അത്രയും വലിയ ഇന്ദിരാഗാന്ധി മരിച്ചെന്ന് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. എന്നിട്ടിപ്പോൾ എനിക്ക് വല്ല കമ്മി എന്താ കമ്മി? നിങ്ങളെക്കാൾ വലിയ കമ്മിയൊക്കെ ഉണ്ടോ? ആലോചിക്ക്, എന്ത് കമ്മിയാണ്? അല്ല, വാർത്ത കേൾക്കേണ്ടതല്ല, വാർത്തയൊക്കെ നമുക്കറിയാനോ, അതിനൊക്കെ സൗകര്യങ്ങളും സമയം. എന്താണ് ആ നേരം? ആ നേരത്ത് പായ. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ഇയാളെങ്ങാനും നല്ലൊരു സൂറത്ത് 2 റക്അത്തിൽ ഓതിയിരുന്നെങ്കിൽ അടുത്ത ആഴ്ച അയാൾക്ക് അവിടെ ജോലി ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടെന്നറിയാം? അപ്പോഴത്തിന് എന്ത് കഴിയും? പ്രാദേശിക വാർത്ത അറിയാം, വലിയ പ്രശ്നമാണല്ലോ. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് അതിനെ ഒപ്പിച്ച് നിൽക്കുന്ന കുറേ കമ്മിറ്റികൾ ഉണ്ടാവും. അത് കുറച്ചു കാലം കഴിഞ്ഞാൽ അവിടെ വരികയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ക്രിക്കറ്റ് പ്രേമികളും ഫുട്ബോൾ പ്രേമികളുമായ കുട്ടികൾ കമ്മിറ്റിയായി ഇന്നുള്ള ഈ ഉമറാക്കൾ മരിച്ചു പോയാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജുമഅൻ്റെ നേരം വരെ തെറ്റാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ പറയട്ടെ, മൗലവിക്കൊന്നും മറുപടി തരാനും കഴിയില്ല. നാളെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പന്ത് കളി ഉണ്ടെന്ന് വെക്കൂ. ഒരു മലപ്പുറം ജില്ലയിലും കോഴിക്കോടൊക്കെ പന്ത് കളിൻ്റെ ഭ്രാന്താണല്ലോ. ഒരു മണി മുതൽ 3 മണി വരെ ഏതെങ്കിലും ജനീവയിൽ ഒരു മാച്ച് നടക്കേണ്ട, ഒരു കോപ്പ അമേരിക്ക അല്ലെങ്കിൽ കീപ്പ അമേരിക്ക എന്തോ നടക്കുന്നുണ്ട് നോക്കൂ. തലേ രാത്രി കമ്മിറ്റിക്കാരും ചെറുപ്പക്കാരും ഒന്നടങ്കം അങ്ങനെ വന്നിട്ട് കുരച്ചിട്ട് മൗലവിയടുത്ത് വരിക, മൗലവിയരെ ജുമാൻ്റെ നേരം എപ്പോഴാണ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ നല്ല സുഖമാണ്. ഏതാ ജുമാൻ്റെ നേരം എന്ന് ചോദിക്കാം. അപ്പം മൗലവി പറയും ജുമാൻ്റെ നേരം വഖത്തുൽ ളുഹ്രി, ഫത്തുൽ മുഈനിലൊക്കെ ഉണ്ട്, ളുഹറിൻ്റെ നേരാണ്. ളുഹറിൻ്റെ നേരാണല്ലേ? അപ്പം 3 മണിക്കൊന്നും നഷ്ടപ്പെടില്ലല്ലോ. നമുക്ക് നാളെ നേരത്തിന് ജുമാ നടത്തിയാൽ ജുമാക്ക് ആളുണ്ടാവില്ല. നമുക്ക് 3 മണിക്ക് ജുമാ ഖുത്ബ തുടങ്ങിയാലും 4 മണിയാകുമ്പോഴത്തിന് അസറിൻ്റെ വാങ്ങ് കൊടുക്കുമ്പോഴത്തിന് പിരിഞ്ഞു പോകാം, ഫൗത്തായി പോകില്ല, കാര്യം നടക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാലം ഇവിടെ വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വരൂല നിങ്ങൾ വിചാരിക്കേ വേണ്ട, വരും. അല്ലെങ്കിൽ എനിക്കറിയാം ഒരു പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടെസ്റ്റ് ഉണ്ടായ സമയത്ത് പള്ളിയിൽ ആൾ കുറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹിൻ്റെ ദീനിനോടുള്ള ഒരു താല്പര്യം. എന്തിനാ അതൊക്കെ പറയുന്നത്? ഏതെങ്കിലും നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിൽ അംഗങ്ങളായ ആളുകൾ ആ സംഘടനകളുടെ പല പ്രകടനങ്ങളും പല പരിപാടികളും വെള്ളിയാഴ്ച കൊണ്ടുപോയി വെക്കും. അതിൽ അംഗങ്ങളായ ആളുകൾ ജുമാ നഷ്ടപ്പെടുത്തിയിട്ട് പ്രകടനത്തിന് പോകും. അനുഭവം ഞാൻ ഈ പറയും. ഇഷ്ടം പോലെ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങൾ, അത്തരം ആളുകളൊക്കെ സംഘടനകൾ മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയാ, ആര് ചെയ്യണില്ലെങ്കിലും വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ അവനവൻ നേരത്തെ തന്നെ അവനവൻ നേരിട്ട് ചെയ്യുക.